ADGP MR അജിത് കുമാറിനെതിരായ പരാതികൾ അന്വേഷിച്ച DGPയുടെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിലേക്ക് എത്തും. സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് കൈമാറുമെന്നാണ് വിവരം. റിപ്പോർട്ട് ലഭിച്ചാൽ അതിവേഗത്തിൽ പരിശോധിച്ച് സർക്കാർ ADGPക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സൂചന. അതേസമയം തൃശൂർ പൂരം കലക്കലിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിൽ ഉത്തരവ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. റോഷിപാൽ, ഇന്നലെ തന്നെ പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗമൊക്കെ ചേർന്നിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ADGP മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതും. ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറുമല്ലേ? ഇന്നലെ റിപ്പോർട്ട് കൈമാറാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലെ ചില കാലതാമസമാണ് റിപ്പോർട്ട് ഇന്നലെ കൈമാറാൻ പറ്റാതിരുന്നത്. നേരത്തെ ഹോം സെക്രട്ടറി അവധിയിലാണ്. ഹോം സെക്രട്ടറിക്കാണ് കൈമാറേണ്ടത് DGP. പക്ഷേ ഹോം സെക്രട്ടറിയുടെ അസാന്നിധ്യം മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. DGPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ചകളായി നടത്തിയ അന്വേഷണത്തിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കൈമാറുക. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് പരിശോധിച്ചത്. അതിന് പ്രത്യേക സംഘമായിരുന്നു. DGPയുടെ നേതൃത്വത്തിൽ DIGയും IG അടക്കമുള്ള വലിയ അന്വേഷണ സംഘമുണ്ടായിരുന്നു. അവർ വിശദമായി പരിശോധിച്ചു. DIG PV അൻവറിൻ്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്ക് CPI നേതൃത്വം പരസ്യ പ്രതികരണത്തിന് തയ്യാറാക്കാത്തത്. ADGP MR അജിത് കുമാറിനെതിരെ ഈ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. അത് ഈ ചുമതല മാറ്റം മാത്രമായിരിക്കില്ല, സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം സർക്കാരിന് വലിയ അവമതിപ്പുണ്ടാക്കി. സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വന്ന വിവാദങ്ങൾ, അതിനൊപ്പം തന്നെ പോലീസിലെ സ്വർണം പൊട്ടിക്കൽ വിവാദം, അത് PV അൻവറാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തെളിവുകളും പുറത്തു വന്നിരുന്നു. നേരത്തെ PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും വന്നു. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. അതിനൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ DYSPമാരെ അടക്കം അവിടെ നിന്ന് മാറ്റി SP ശശിധരനെ മാറ്റുന്നു. അത്തരത്തിൽ പ്രാഥമികമായ നടപടികൾ സർക്കാർ ചെയ്തെങ്കിലും കുറ്റാരോപിതനായ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറായില്ല. അതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതും. അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി മുന്നോട്ട് പോകുമ്പോൾ തന്നെ CPI നേതൃത്വം അതിൽ ശക്തമായ എതിർപ്പ് അത് LDFൽ അറിയിച്ചു. പരസ്യമായി തന്നെ 2 വട്ടം CPI മുഖപത്രമായ ജനയുഗവും ADGP MR അജിത് കുമാറിനെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട പാർട്ടി നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരിച്ചു. ADGPക്കെതിരെ നടപടിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ CPI കൂടെ ഉറച്ചു നിന്നതാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്താൻ കാരണം. ഏതായാലും ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ADGPക്കെതിരെ നടപടി ഉണ്ടാവുക. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടി ഉണ്ടാകുമോ എന്നത് ഇന്ന് അറിയാൻ കഴിയും. ഒപ്പം തന്നെ റോഷിപാലി, തൃശൂർ പൂരം കലക്കലിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഈ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ADGPക്കെതിരെയും ഒപ്പം തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലും കൃത്യമായ ഒരു അന്വേഷണം വീണ്ടും നടക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഏറെ വൈകിയുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ അന്വേഷണത്തിനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് അറിയുന്നു. എന്തുകൊണ്ടായിരിക്കാം വീണ്ടും ഒരു കാലതാമസം വരുന്നത്? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട സമാനമായ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നിരുന്നു. കാരണം തൃശൂർ പൂരം കലക്കിയത് വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഗൂഢാലോചന നടന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ അത് പ്രതിപക്ഷവും ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു അന്വേഷണം, ത്രിതല അന്വേഷണം നടത്താനുള്ള തീരുമാനം സർക്കാർ എടുത്തത്. മുഖ്യമന്ത്രി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ അത്തരമൊരു അന്വേഷണം പ്രഖ്യാപിച്ചത്. DGPയുടെ നേതൃത്വത്തിലൊരു അന്വേഷണം, ഒപ്പം വിജിലൻസ് നേതൃത്വത്തിലുള്ള അന്വേഷണവും, അതിനൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിൽ 3ാമതൊരു അന്വേഷണം. പക്ഷേ ഈ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അന്വേഷണം സംബന്ധിച്ച് ഒരു ഉത്തരവ്, സർക്കാരിൻ്റെ ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അന്വേഷണ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ അന്വേഷണം തുടങ്ങുകയുള്ളൂ. അന്വേഷണത്തിന് എല്ലാ തയ്യാറെടുപ്പും നടത്തിയെങ്കിലും ഉത്തരവിനായി കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.